ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത ഡ്രാമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡ്രാമയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രൂ ലവ് സ്റ്റോറിയാണ്. ഈ ഡ്രാമയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്തായാലും ഞാൻ ഓരോ ഉറപ്പ് തരാം. ഈ ഡ്രാമ ഫുള്ള് നമ്മൾ കണ്ടു തീരുമ്പോഴത്തേക്കും എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. അത്രയ്ക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഡ്രാമയാണ്. എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. കാണുന്നതിനോടൊപ്പം എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ ന്യൂസ് ഫീഡിലോട്ടും യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ ഈ വീഡിയോ പോകത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ഒരു പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു അവൾ പാട്ട് പാടിക്കൊണ്ടിരുന്നിരുന്നത്. അന്നേരം അവളുടെ മാനേജർ വന്നിട്ട് ഈ ലിറിക്സ് എഴുതിയ ആളോട് ഈ ലിറിക്സ് നന്നായിട്ട് തന്നെയാണല്ലോ എഴുതിയിട്ടുള്ളത്, അവൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതെ പാടാതെ ഒന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരരുതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ ലിറിക്സൊക്കെ ഞാൻ നല്ല പക്കയായിട്ട് എഴുതിയിട്ടുള്ളത്, അവൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് പാടുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ വാ അടയ്ക്കുമ്പോൾ തന്നെ അവളുടനെ ഈ ലിറിക്സ് ഇതൊക്കെ ആരാ എഴുതിയിരിക്കുന്നത്, എന്ത് മോശമായിട്ടുള്ള ലിറിക്സാണ് ഇത്, എവിടെയോ തുടങ്ങിയിട്ട് എവിടെയോ പോയി അവസാനിക്കുന്നുണ്ട്, എനിക്ക് ഈ പാട്ടൊന്നും പാടാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാനേജറാണെങ്കിൽ മാഡം പ്ലീസ് ഇങ്ങനെ പറയരുത്, ഈ പാട്ട് പാടിയാൽ ഇത് ഉറപ്പായിട്ടും ഹിറ്റാവുമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ നീ വന്ന് പാടിക്കോ, എനിക്ക് എന്തായാലും ഈ പാട്ടിന് പാടാനായിട്ട് പറ്റത്തില്ല, അത്രയ്ക്ക് മോശമായിട്ടുള്ള ലിറിക്സാണിത്, അത് കാരണം നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ പാട്ട് പാടാതെ നേരെ തിരികെ പോകുന്നുണ്ടായിരുന്നു. കാറിലിരിക്കുന്ന സമയത്തും അവളുടെ മാനേജർ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, മാഡം ഏത് പാട്ട് പാടിയായിരുന്നാലും അത് ഹിറ്റാവുന്നുള്ള കാര്യം അറിയാലോ, അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ പാടാതെ ഇറങ്ങി പോകുന്നത്, ആ പാട്ടൊന്ന് പാടിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്ക് നല്ല ദേഷ്യം വന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി, നിങ്ങൾ പുതിയ ഏതെങ്കിലും ലിറിക്സുകാരനെ കൊണ്ടുപോവാ, ഞാൻ അങ്ങനെയാണെങ്കിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്തായിരുന്നു ഈ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, മാഡം എൻ്റെ കയ്യിലൊരു പാട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കേട്ട് നോക്കാനായിട്ട് പറഞ്ഞിട്ട് ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ ഈ പാട്ട് ആരാ പാടിയത്, ഈ പാട്ട് പാടിയാളുടെ പേരൊന്ന് പറയാമോ, എനിക്ക് സൗണ്ട് കേട്ടിട്ട് എനിക്ക് പരിചയമുള്ള ആളെപ്പോലെ തോന്നുന്നു പറയുമ്പോൾ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ പാട്ട് എഴുതിയ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതും അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ പാട്ട് അയച്ചു തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവൾ എങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അയാൾക്ക് ഈ സിംഗറിനെ, അതായത് ഈ കാറിലിരിക്കുന്ന ഈ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമായിരുന്നു. മീൻസ് അവളുടെ ഒരു വലിയ ഫാനായിരുന്നു. അവൾ നേരെ ആ ഷോപ്പിലേക്ക് പോകുമ്പോൾ മാഡം എന്തിനാ എൻ്റെ ഷോപ്പിലേക്ക് വന്നത്, എൻ്റെ സ്വപ്നമായിരുന്നു മാഡത്തെ പോലെ ഒരാൾ എൻ്റെ ഷോപ്പിലേക്ക് വരുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാനേജറും നമ്മുടെ ഈ സിംഗറും എല്ലാവരും കൂടെ ഈ ഷോപ്പിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ പാട്ടിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ എൻ്റെ ഡ്രൈവർക്ക് അയച്ചു കൊടുത്ത പാട്ട് ഞാൻ കേട്ടു എന്നും ആ പാട്ട് പാടിയ ആളാരാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിത് ഏത് പാട്ടിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫേസ് ആകെ മാറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ഈ പാട്ട് എഴുതിയ ആളാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ക്രീമാണ് എഴുതിയെന്നുള്ള കാര്യം. അവൾ ഈ പേര് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്, ഈ പെങ്കുച്ച് ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ച് നാളായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവളുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാനായിട്ട് പറയുമ്പോൾ സോറി എൻ്റെ കയ്യിൽ ഇപ്പോൾ അവളുടെ നമ്പറൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പാട്ട് പാടിയ ആളാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോഴും അവന് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ട് അതും എൻ്റെ ഒരു ഫ്രണ്ട് കെ ആണ് പാടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ക്രീമും കെയോ, ഞാൻ ഇവർ രണ്ടുപേരുടെയും പേര് കേൾക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന ആദ്യ സമയത്ത് എൻ്റെ ഓഫീസിലായിരുന്നു ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത്, കെയുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ടായിരുന്നു കെയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല, അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കത് വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം അവൾ കെ എങ്ങനെ മരിച്ചു പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ടായിരുന്നു കെയും ക്രീമും വളരെ കാലമായിട്ട് പ്രണയത്തിലായിരുന്ന ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാമ അവനായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ഈ സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ അവസാനം വരെയും ഇവൻ പറയുന്ന സ്റ്റോറിയാണ് ഈ ഫുൾ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റോറിയിലേക്ക് പോകാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെയാണ് കാണിക്കുന്നത്. കെയ്ക്ക് ചെറുപ്പകാലം തൊട്ടേ ഒരു വലിയ അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവൻ്റെ അമ്മയും അച്ഛനും അവനെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. ശേഷം അവനൊരു ഓർഫനേജിൽ വളർന്നിട്ട് ഇപ്പോൾ അവനൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവൻ പെട്ടെന്നൊന്നും ആരോട് സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അവന് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. എപ്പോഴും അവൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നടന്നിരുന്നത്. ഭയങ്കര ഗ്ലൂമി ആയിട്ട് എന്തോ വലിയ സങ്കടമുള്ള ഒരാളെപ്പോലെയായിരുന്നു അവൻ എന്നും നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സങ്കടങ്ങളെല്ലാം അവൻ ഉണ്ടായിരുന്നത് അവളെ മീറ്റ് ചെയ്യുന്നത് വരെ മാത്രമായിരുന്നു. ഒരു ദിവസം അവനിങ്ങനെ ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് ഓടി കിതച്ച് വന്ന് കിടപ്പുണ്ടായിരുന്നു. ശ്വാസമൊന്നും കിട്ടാതെ അവനിങ്ങനെ കിടക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ക്രീം വന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്ത പുകയുണ്ടല്ലോ അത് ഇവൻ്റെ വായിലേക്ക് കൊണ്ടുവന്നിട്ട് പൂന്ന് പറഞ്ഞ് ഊതി കൊടുക്കുന്നുണ്ടായിരുന്നു. അവനുടനെ എഴുന്നേറ്റിട്ട് നീ ഒരു പെൺകുട്ടിയല്ലേ, നീ എന്തിനാ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നത്, നീ എന്താ ഈ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ എന്താ സ്മോക്ക് ചെയ്ത് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സിഗരറ്റ് ഇങ്ങനെ അവൻ്റെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇത് കണ്ടുകൊണ്ട് വരുന്നത് ആ സ്കൂളിൽ ഒരു PT ടീച്ചറായിരുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ ഈ സ്കൂളിൽ നിന്ന്
സിഗരറ്റ് വലിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്രീം ആണെങ്കിലും മാറി നിന്ന് ഇത് കണ്ടിട്ട് അവനെ ടാറ്റ കൊടുത്ത് വിടുന്നുണ്ടായിരുന്നു. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് അവളൊരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയായിരുന്നു. നേരെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് പണിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ പുറത്തേക്ക് വരുന്നതും കാത്തിട്ട് നമ്മുടെ ക്രീം പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ വന്ന പാടി ഇവൾ ഓടിപ്പോയിട്ട് വാ 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 വാ, എന്തായാലും നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടിയതിൻ്റെ പേരിൽ നീ ട്രീറ്റ് തന്നിട്ട് പോയാൽ മതി വാന്ന് പറയുമ്പോഴത്തേക്കും പണിഷ്മെൻറ്റോ? ആ പണിഷ്മെൻറ്റ് നീ കാരണം എനിക്ക് കിട്ടിയത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാനായിട്ട് പറയുമ്പോൾ അതൊന്നും നീ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ഇപ്പോൾ തന്നെ നൂഡിൽസ് മേടിച്ച് എന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനെയും വലിച്ചോട് പോകുന്നുണ്ടായിരുന്നു. ഇവൻ ആദ്യം ഒന്നും ഇവളെ മൈൻഡ് ചെയ്തൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ ഇവൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ മിണ്ടിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവർ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നുണ്ടായിരുന്നു. പോകുന്നിടത്തും വരുന്നിടത്തും എപ്പോഴും കേയുടെ കൂടെ ക്രീമും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഇതിലൊക്കെ അവർ ഒരുമിച്ച് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പറയത്തക്കതായിട്ട് വേറെ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് വേറെ ആരുമില്ലായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരൊരു മഴയത്തൊക്കെ ഫുള്ള് നനഞ്ഞിട്ട് നേരെ കേയുടെ വീട്ടിലേക്ക് ക്രീം വരുന്നുണ്ടായിരുന്നു. ക്രീം വന്ന പാടെ ഇത്രയും വലിയൊരു വീട്ടിൽ നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ എന്താ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നത്, നീ ഫുള്ള് നനഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അവനൊരു ടീഷർട്ട് എടുത്ത് കൊടുത്തിട്ട് പോയിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാനോട് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് പറഞ്ഞിട്ട് അവനെ തള്ളി വിടുന്നുണ്ടായിരുന്നു. എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം അവൾ വന്നിട്ട് ഞാൻ എന്നൊരു കാര്യം പറയട്ടെ, നീ ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, ഞാനും ഇവിടെ വന്ന് താമസിക്കട്ടെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് പറയുമ്പോൾ അവളാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, ഞാനും കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്കും ചോദിക്കാനും പറയാനും പ്രത്യേകിച്ച് ആൾക്കാരാരുമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വന്ന് താമസിക്കുന്നു പറയുമ്പോൾ അവരും ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അടുത്ത് കാണിക്കുന്നത് കെ ആണെങ്കിൽ ഒരു വലിയൊരു മ്യൂസിക് സ്റ്റുഡിയോയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ വർക്ക് ചെയ്ത് ക്ഷീണം കാരണം കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് മാനേജർ വന്നിട്ട് നീ എന്തിനാ എപ്പോഴും നോക്കിയാൽ ഈ കിടന്നുറങ്ങുന്നത്, ഈ വർക്കൊന്നും നിനക്ക് ചെയ്ത് തീർക്കണമെന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കണ്ണടച്ചതേ ഉള്ളൂ, ഇത്രയും നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് കുറേ നാളുകൊണ്ട് പറയുന്നത്, നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വല്ലപ്പോഴും നിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതി എന്ന് മാനേജർ പറയുന്നുണ്ടായിരുന്നു. ശേഷം അവനാണെങ്കിൽ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ദേവി ഇത് ക്രീമിനോട് പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല ഇത് തന്നെ ഞാൻ ഇന്ന് രാവിലെ വന്നതിന് ശേഷം ഇതൊന്നോട് 3ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, എന്തായാലും ഞാൻ ക്രീമിനോട് പറയത്തില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു പെൺകുട്ടിയും അവളുടെ പുറകെ ആരവാരത്തോട് വേറെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അവൾ വലിയൊരു പാട്ടുകാരിയാണ് കേട്ടോ. ഇപ്പോൾ ഏതൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നത്. ഞാൻ വന്നേന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ വന്നിരുന്നത്. എന്നിട്ട് നേരെ സ്റ്റുഡിയോയിൽ കയറി പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈ പാട്ട് എഴുതിയത് വേറെ ആരുമല്ല, നമ്മുടെ ക്രീമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് നമ്മുടെ ക്രീം എഴുതിയ പാട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചില ലിറിക്സൊക്കെ അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരി ഇങ്ങനെ എഴുതി ഒട്ടും ശരിയായിട്ടില്ല, ഇതൊന്ന് മാറ്റി എഴുതാനായിട്ട് പറയുമ്പോഴത്തേക്കും ക്രീം അതൊട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എഴുതിയതാണ്, ഞാൻ എഴുതി തിരുത്താനായിട്ട് നീ ആരാടിയെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ പിന്നെയും ഞാൻ പാടണമെങ്കിൽ ഈ വരി തിരുത്തി എഴുതിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ക്രീം ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അങ്ങനെ അവർ സംസാരിച്ച് അതൊരു അടിയിൽ കലാശിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മുടിയിൽ വലിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. നേരെ നമ്മുടെ കേയൊക്കെ വന്നിട്ടായിരുന്നു ഇവർ രണ്ടുപേരെയും മാറ്റി വിട്ടിട്ട് നേരെ കേയും കൂട്ടിയിട്ട്, അതായത് ക്രീമും കേയുമായിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന സമയത്ത് ക്രീമാണെങ്കിൽ ഇങ്ങനെ മുഖത്തോടെ ഒരു വലിയൊരു ബെഡ്ഷീറ്റൊക്കെ മൂടിയിട്ടിരിപ്പുണ്ടായിരുന്നു. അന്നേരം കെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് അവളുടെ സ്വഭാവം അറിയാലോ, അപ്പോൾ അവളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ക്രീമിന് അത് ഒരുപാട് സങ്കടം വന്നിട്ട് ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ആ ലിറിക്സ് എഴുതിയത്, എന്നിട്ട് ഒരു ഇതുമില്ലാതെ അവളത് കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം തോന്നും. മാത്രമല്ല അവളൊരു പൊട്ട വരിയൊക്കെ പറഞ്ഞിട്ട് അതിലെഴുതാനൊക്കെ പറയുമ്പോഴത്തേക്കും എന്നെ കണ്ടോ അതൊന്നും പറ്റത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെ അവളുടെ വരികളൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ പാട്ടിൽ എഴുതി ചേർക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനോട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, നീ എനിക്ക് അതിൽ മാറ്റി എഴുതാനായിട്ട് കുറച്ച് നല്ല വരികൾ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ എനിക്കിതൊന്നും വരത്തില്ല എന്ന് നിനക്കറിയത്തില്ലേ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ അവനോട് എങ്കിൽ ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം, അതിനുള്ള മറുപടി നീ എനിക്ക് തരാവോ, അടുത്ത ജന്മത്തിൽ നിനക്ക് ആരായിട്ട് ജനിക്കണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു ലിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു റിങ്ങായിട്ട് ജനിക്കണം, ഒരു പില്ലോ ആയിട്ട് ജനിക്കണം, ഒന്നുമില്ലെങ്കിലും നീ കുടിക്കുന്നൊരു കോഫി ആയിട്ടെങ്കിലും എനിക്ക് ജനിക്കണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ജനിച്ചിരുന്നാലും എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് അത്രമാത്രം മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ക്രീമാണെങ്കിൽ ഇവൻ പറഞ്ഞ ഡയലോഗ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ച് ഞാൻ നല്ല ഉഗ്രനൊരു പാട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൾ വരികളൊക്കെ തിരുത്തി എഴുതിയിട്ട് പിറ്റേ ദിവസം നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ തന്നെ കെ അവളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെയ്തൊരു വലിയ തെറ്റ് തന്നെയാണ്, നീ ചെയ്ത തെറ്റിന് നമ്മൾ ചിലപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ പുറത്താക്കും, അത് കാരണം നാളെ പോയിട്ട് അവളോടൊരു സോറി പറയാനും പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവൾ ഈ വരികളും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്നേരം ഇവളോട് ഞാൻ ഇന്നലെ ചെയ്ത് എന്തായാലും തെറ്റായിപ്പോയി,
അത് ഇന്ന് ഈ വരികളൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എത്ര മനോഹരമായിട്ടാണ് നീ ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്ന് മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്ക് നിൻ്റെ വരികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് നീ എഴുതുന്ന പാട്ടുകളെല്ലാം ഞാൻ തന്നെ പാടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ക്രീമിനും ഒരുപാട് സന്തോഷം വന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളെന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി, അതുകൊണ്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സോറിയോ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഫ്രണ്ട്സുകൾ തമ്മിൽ പൊതുവേ ഈ സോറി ഒന്നും പറയാൻ പാടില്ല. ഇന്ന് മുതൽ നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. വാ നമുക്ക് എന്തായാലും ഈ പാട്ട് പോയി പാടാമെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് അവൾ വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ നന്ദി സൂചകം എന്ന രീതിയിൽ ക്രീം പോയിട്ട് നേരെ കേയുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇന്നലെ പറഞ്ഞ ആ മറുപടിയിൽ നിന്നാണ് ഇന്ന് ഈ വരികളൊക്കെ ഞാൻ തിരുത്തി എഴുതിയതും അവൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കൊഞ്ചി കുഴഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുവരുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ എന്താ ഈ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ക്രീം ഉടനെ നീ എന്താ ഇവിടേക്ക് വന്ന് ചോദിക്കുമ്പോൾ അല്ല നിൻ്റെ വരികൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തായാലും പാട്ടും പാടി, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രീം ഓക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ എല്ലാത്തിനും തന്നെ നമ്മുടെ കേക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇതിനിടയിൽ വെച്ചിട്ട് ഇവന് നമ്മുടെ ഹീറോയിനെ അതായത് ക്രീമിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു അസുഖമുള്ളത് കാരണം അവൻ്റെ പ്രണയം ഇതുവരെ അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അന്ന് ഈവനിങ് അവന് തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ അവനോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ബോഡി ഇപ്പോൾ വളരെയധികം വീക്കാണ്, അതായത് നിങ്ങളുടെ അസുഖം നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. കുറച്ച് ദിവസം കൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ റെസ്റ്റ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോഴും നമ്മുടെ ക്രീമിനോടൊന്നും തന്നെ പറയാതെ അവൾക്ക് രാത്രിക്ക് വേണ്ടിയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ക്രീമാണെങ്കിൽ ഇവ ഇങ്ങനെ മിണ്ടാന്നുണ്ടാക്കി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമോ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം കാണൂലേ, അതുപോലെ നിൻ്റെ മനസ്സിനകത്ത് നിനക്ക് എന്താണ് വലിയ ആഗ്രഹമായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ കുറേ നാൾ നമുക്ക് അസുഖങ്ങളൊന്നുമില്ലാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ ഇതാണോ നിൻ്റെ ആഗ്രഹം? ഞാൻ അതല്ല ചോദിച്ചത്, നമുക്ക് ചെയ്യണം, ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ആ ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ട് ഇവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയുള്ളൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പയ്യനെ നോക്കിയിട്ട് നിൻ്റെ കല്യാണം നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അപ്പോൾ പിന്നെ നിനക്ക് തന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് ഓപ്പണായിട്ട് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉടനെ തന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല പയ്യനല്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവളുടനെ നല്ല പയ്യനല്ല എന്നോ, അപ്പോൾ പിന്നെ ഈ നല്ല പയ്യൻ എന്നതിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഉടനെ പറയുന്ന കാര്യം നല്ല സ്വഭാവമായിരിക്കണം, നിന്നെ ഒരുപാട് സ്നേഹിച്ചിരിക്കണം, ഒരുപാട് കെയർ ചെയ്തിരിക്കണം, ഇതിനൊക്കെ മേലെ അവൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം, ഒരു അസുഖങ്ങളും ഉള്ളവനായിരിക്കരുത്, എനിക്ക് അത്രമാത്രം മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവനിങ്ങനെ ക്യാൻസർ ആണെന്നുള്ള കാര്യം നമ്മുടെ ക്രീമിന് ഇതുവരെ അറിയത്തില്ലായിരുന്നു. ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ക്രീമിന് എന്തോ ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ട്. ഇവൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് ആലോചിച്ച് അവളിങ്ങനെ നിൽക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഏത് വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.